ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആവേശകരമായ പരസ്യപ്രചരണത്തിന്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. എല്ലാ മേഖലകളിലും ഇപ്പോൾ മുന്നണികൾ പരസ്യപ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുകയാണ്. കൊട്ടിക്കലാശം വൈകുന്നേരമാണ് നടക്കുന്നത്. നിലമ്പൂരിൽ കൊട്ടിക്കലാശമുണ്ട്. വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയാണ് നിലമ്പൂരിൽ കൊട്ടിക്കലാശം ഇപ്പോൾ അതിന് മുന്നണികൾ തയ്യാറെടുക്കുന്നത്. കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലമ്പൂരിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസും ഇപ്പോൾ രംഗത്തുണ്ട്. നിലമ്പൂർ CNG റോഡിൽ അന്തർ സംസ്ഥാന പാതയാണ്. കാലിക്കറ്റ് നിലമ്പൂർ ഗൂഡല്ലൂർ പാതയാണ്. ഈ അന്തർ സംസ്ഥാന പാതയിൽ നിലമ്പൂർ നഗരം 4 മണി മുതൽ എന്തായാലും 6 മണി വരെ ഈ കൊട്ടിക്കലാശം നടക്കുന്നത് കാരണം ഗതാഗതം പൂർണ്ണമായും നിശ്ചലമാകുമെന്ന കാര്യം തീർച്ചയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നിലമ്പൂർ പോലീസ് ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഗതാഗത നിയന്ത്രണങ്ങൾ ഇനി പറയും പ്രകാരമാണ്. വൈകുന്നേരം ഉച്ചയ്ക്ക് 2 മണി മുതൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 മണി മുതലാണ് ഗതാഗത നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വഴിക്കടവ്, എടക്കര, പോത്തുകല്ല് ഭാഗത്തു നിന്നും മഞ്ചേരി, പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എടക്കരയിൽ നിന്നും തിരിഞ്ഞ് മൂത്തേടം, കരുളായി, പൂക്കോട്ടുംപാടം വഴിയാണ് പോകേണ്ടത്. അതുപോലെ തന്നെ അകമ്പാടം, ചന്തക്കുന്ന് ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ താഴെ ചന്തക്കുന്ന് തിരിഞ്ഞ് കരുളായി, പൂക്കോട്ടുംപാടം വഴി പോകേണ്ടതാണ്. പെരിന്തൽമണ്ണ, വണ്ടൂർ ഭാഗങ്ങളിൽ നിന്നും നിലമ്പൂർ, എടക്കര, വഴിക്കടവ് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വണ്ടൂർ, അമ്പലപ്പടി, നടുവത്ത് എന്നീ സ്ഥലങ്ങളിൽ നിന്നും തിരിഞ്ഞ് വെള്ളാമ്പുറം, 5-ാം മൈൽ, പൂക്കോട്ടുംപാടം, കരുളായി വഴിയാണ് പോകേണ്ടത്. മഞ്ചേരി ഭാഗത്തു നിന്നും എടക്കര, വഴിക്കടവ് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വടപുറത്തു നിന്നും തിരിഞ്ഞ് പുളിക്കലൊടി, തൃക്കൈക്കുത്ത് റോഡിലൂടെ കരിമ്പൻതൊടി, വെള്ളാമ്പുറം, 5-ാം മൈൽ, പൂക്കോട്ടുംപാടം, കരുളായി വഴിയാണ് പോകേണ്ടത്. അപ്പോൾ ഇതാണ് പോലീസിന്റെ ഗതാഗത നിയന്ത്രണം. ഇങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലമ്പൂരിൽ എന്തായാലും കൊട്ടിക്കലാശം ആവേശഭരിതമാകാനുള്ള സാധ്യതയാണുള്ളത്. CPM-ന് പ്രത്യേകമായി സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. UDF-ന് സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NDA-ക്കും സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ 3 മുന്നണികളും 3 ഭാഗങ്ങളായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശമായിരിക്കും നിലമ്പൂരിൽ നടക്കുക. ഇത് പ്രചരണത്തിന്റെ അവസാന ലാപ്പാണ്. അതുകൊണ്ട് തന്നെ കൊട്ടിക്കലാശത്തിൽ ഒരു മേൽക്കൈ നേടിക്കൊണ്ട് ഈ പരസ്യ പ്രചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ആ ഒരു ആവേശത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുവാനാണ് ഇപ്പോൾ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവേശഭരിതമാകും കൊട്ടിക്കലാശം എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിലമ്പൂരിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നിലമ്പൂരിലേക്ക് വരുന്ന ആളുകൾ അല്ലെങ്കിൽ നിലമ്പൂർ വഴി യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നിലമ്പൂരിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. വാഹനങ്ങൾ വഴിതിരിഞ്ഞാണ് പോകേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വഴികളിലൂടെ മാത്രമേ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 6 മണി വരെ വാഹനങ്ങൾ സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിലമ്പൂർ വഴി യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. Pittapillil Agencies, the most trusted name in TV, mobiles and appliances.